ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. നീതിമാന് ഒന്നും ഭയപ്പെടാനില്ല, നീതിമാന്മാർക്ക് ക്ഷാമത്തിലും സമൃദ്ധിയുണ്ടാകും എന്നെഴുതപ്പെട്ടിരിക്കുന്നു. ആരാണ് നീതിമാൻ? തിരുവചനം പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. കർത്താവായ യേശു നീതിമാനാണ്. അവിടുന്ന് നീതി മാത്രം പ്രവർത്തിച്ചു. കർത്താവായ ദൈവം നീതിമാനാണ്. ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ആരുണ്ടോ, ആ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവർ ആരുണ്ടോ, ആ ദൈവത്തോട് കൂടെ ആയിരിക്കുന്നവർ ആരുണ്ടോ, അവരാണ് നീതിമാന്മാരുടെ ഗണത്തിൽ ദൈവം ചേർക്കപ്പെടുന്നത്. അതിനാൽ ഇന്ന് രാത്രിയിൽ നീതിമാനായ ദൈവത്തോട് നാം ചേർന്ന് നിൽക്കുക. എല്ലാ വേദനയും വിഷമങ്ങളും ദുഃഖവും പരാതികളും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ, നീതിമാനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ശരിയായത് ചെയ്യാൻ നാം ഒത്തിരി ആഗ്രഹിച്ചിട്ടും എങ്ങനെയൊക്കെയോ നാം ചെയ്തു വരുന്നത് തെറ്റുകൾ മാത്രമാണ്, അബദ്ധങ്ങൾ മാത്രമാണ് നാം ചെയ്തു കൂട്ടുന്നത്. അതിനാൽ ഓരോ ദിവസവും നാം ശരിയായ കാര്യങ്ങൾ ചെയ്യണം, ചിന്തിക്കണം, പ്രവർത്തിക്കണം എന്ന് തീരുമാനമെടുക്കുമെങ്കിലും ദിവസത്തിൻ്റെ അവസാനം നാം നമ്മെ തന്നെ പരിശോധിച്ച് നോക്കുമ്പോൾ നാം ചെയ്തതെല്ലാം തെറ്റായിപ്പോയി എന്ന് ഒരു തോന്നൽ, ഒരു കുറ്റബോധം നമ്മെ അലട്ടുന്നു എങ്കിൽ നമ്മുടെ ഈ കുറ്റബോധം കർത്താവിന് സമർപ്പിക്കുക. നീതിമാനായ നല്ലത് മാത്രം ചെയ്യുന്ന ദൈവത്തോട് ചേർന്ന് നിൽക്കുക. തീർച്ചയായും നമുക്കൊന്നിനും കുറവുണ്ടാവുകയില്ല, ഒന്നും നഷ്ടപ്പെടുത്തുമില്ല. നമുക്ക് എല്ലാം ലാഭമായി തന്നെ മാറും. ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകളെ, ഭയം, നിരാശ, കുറ്റബോധം എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. പ്രത്യേകമായി വിദേശത്തായിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. യുദ്ധഭൂമിയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യുദ്ധത്തിൻ്റെ കെടുതികളിൽ അകപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഉറ്റവരെയും ഉടയവരെയും കാണാതെ വിദൂരത്തായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാട്ടിലേക്ക് വരാൻ ആഗ്രഹിച്ചിട്ട് പോലും അത് നടക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സുരക്ഷിത കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് കൂടെയുള്ളവർക്ക് യുദ്ധഭൂമിയിലും പ്രത്യേകം സംരക്ഷണമായിരിക്കും. അതിനാൽ നാം നീതിമാനായ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ഭയപ്പെടാൻ ഒന്നുമില്ല, നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. കർത്താവ് നമുക്കെല്ലാം എല്ലാമാണ്. കർത്താവ് നമുക്ക് മതിയായവനാണ്. അവിടുന്ന് നമ്മെ കാത്തുകൊള്ളും, പരിപാലിക്കും. ഒരു പോറൽ പോലും ഏൽക്കാതെ കർത്താവിനെ ആശ്രയിക്കുന്നവർ രക്ഷ പ്രാപിക്കും. അതിനാൽ ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 52 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഇതാ, ദൈവത്തിൽ ശരണം വയ്ക്കാത്ത മനുഷ്യൻ, സ്വന്തം സമ്പൽ സമൃദ്ധിയിൽ വിശ്വാസമർപ്പിച്ചവൻ, അക്രമത്തിൽ അഭയം തേടിയവൻ, ദൈവത്തിൻ്റെ ഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവ് മരം പോലെയാണ് ഞാൻ. ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുൻപിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും, എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, കുറ്റമറ്റവനും നീതിമാനുമായ ദൈവമേ, എല്ലായ്പ്പോഴും ശരിയായത് മാത്രം ചെയ്യുന്ന ദൈവമേ, ഈ ദിവസം അവസാനിക്കുമ്പോൾ പുറത്ത് രാത്രിയുടെ നിശബ്ദതയും ശാന്തതയും ഞങ്ങളെ വലയം ചെയ്യുമ്പോൾ, കർത്താവെ, ഞങ്ങളുടെ ഉള്ളിൽ പുകഞ്ഞു നീറുന്ന ജീവിത അനിശ്ചിതത്വങ്ങളെ, ആകുലതകളെ, വിഷമതകളെ, പരാജയഭീതിയെ, കുറ്റബോധത്തെ, നിരാശയെ, ഭയത്തെ ഓരോന്നായി യേശുവേ, നീതിമാനായ ദൈവമേ, അങ്ങയുടെ കുറ്റമറ്റ ഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു.
എല്ലാ കാര്യങ്ങളും ശരിയായി ചെയ്യണം, ശരിയായി സംസാരിക്കണം, ശരിയായി ചിന്തിക്കണം എന്ന് കരുതി ഓരോ ദിനവും ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമെങ്കിലും എടുത്ത നല്ല തീരുമാനങ്ങൾ ഒന്നും നടപ്പിലാക്കാൻ കഴിയാതെ ആഗ്രഹിക്കാത്ത തിന്മകൾ മനസ്സിൽ ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ കുറ്റബോധം അങ്ങയുടെ നീതി സാന്നിധ്യത്തിൽ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, ഓരോ ദിവസവും സ്വന്തം ജീവിതം, മക്കളുടെ ജീവിതം, കുടുംബത്തിലുള്ള എല്ലാവരുടെയും ജീവിതം ശരിയായി ക്രമപ്പെടുത്തണമേ എന്ന് ആഗ്രഹിച്ച് ഓരോ പ്രഭാതത്തിലും ജീവിതം തുടങ്ങുമെങ്കിലും അവസാനം എല്ലാം കൈവിട്ടു പോകുന്ന പ്രതീതിയാണ് മനസ്സിൽ തോന്നുന്നത്. ആഗ്രഹിക്കുന്നതിന് നേരെ വിപരീതമായി ജീവിതത്തിൽ നടക്കുമ്പോൾ ദൈവമേ, എങ്ങനെ ഈ ജീവിതം ഒന്ന് നേരെയാക്കണം, എങ്ങനെ ജീവിതം ക്രമപ്പെടുത്തണം എന്നോർത്ത് വിഷമിക്കുന്ന ഞങ്ങൾ നിന്നിൽ പൂർണ്ണമായും ശരണപ്പെടുന്നു. കുറ്റമറ്റവനായ നീതിമാനായ ദൈവമേ, നിനക്കു മാത്രമേ ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനും കുറ്റമില്ലാത്തതാക്കാനും സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിനക്ക് മാത്രമേ എല്ലാം ശരിയായത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് കർത്താവേ ഞങ്ങൾ തിരിച്ചറിയുന്നു. അതിനാൽ ഈ രാത്രിയിൽ ഞാൻ പൂർണ്ണമായും നിന്നിൽ അഭയം കൊള്ളുന്നു, നിന്നിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നു. എൻ്റെ ജീവിതത്തെ ശരിയാക്കി മാറ്റണമേ, എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തണമേ, എൻ്റെ ജീവിതത്തെ, മക്കളുടെ ജീവിതത്തെ, ജീവിത പങ്കാളിയുടെ ജീവിതത്തെ, ഞങ്ങളുടെ കൂടപ്പിറപ്പുകളുടെ ജീവിതത്തെ കുറ്റമില്ലാത്ത ജീവിതമാക്കി മാറ്റണമേ. എപ്പോഴൊക്കെ എൻ്റെ ജീവിതം ക്രമരഹിതവും കുറ്റമുള്ളതുമാണെന്ന് തോന്നുമ്പോഴും എൻ്റെ ജീവിതത്തിൽ ക്രമക്കേടുകൾ മാത്രമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഇനിയും എല്ലാം ശരിയാക്കാം എന്നാഗ്രഹിച്ച് എൻ്റെ ബുദ്ധിയിൽ ആശ്രയിക്കാതെ കർത്താവെ, ഈ ലോകത്തിലെപ്പോഴും ശരിയായത് മാത്രം ചെയ്യാൻ കഴിയുന്ന ഏക വ്യക്തിയായ ദൈവത്തിലേക്ക്, ത്രിത്വൈക ദൈവത്തിലേക്ക് തിരിഞ്ഞ് അങ്ങയിൽ ആശ്രയിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങേക്കു മാത്രമേ എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താനാവൂ. അതിനാൽ കുറ്റബോധത്തിന് ഇനി എൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല. കാരണം എൻ്റെ പാപവും ക്രമക്കേടുകളും അനീതിയും എന്നിൽ നിന്ന് എടുത്ത് ക്രിസ്തുവിൽ എനിക്ക് എല്ലാം ശരിയാക്കി ജീവിതത്തെ ക്രമപ്പെടുത്തിയവൻ കർത്താവായ ദൈവമേ അങ്ങ് മാത്രമാണ്. അതിനാൽ എല്ലാ മനുഷ്യരുടെയും ബലഹീനതകളെ സ്വന്തം ശരീരത്തിൽ വഹിച്ച് ഞങ്ങളുടെ ജീവിതത്തെ യേശുക്രിസ്തുവിൽ കുറ്റമില്ലാതാക്കി മാറ്റിയ കർത്താവെ, അങ്ങയിൽ പൂർണ്ണമായും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ, കുറ്റമറ്റ നീതിമാനായ ദൈവമേ, അങ്ങ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന പുത്രനായ ക്രിസ്തുവാണ് എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ കർത്താവും ദൈവവും നാഥനും രക്ഷകനുമായ ദൈവമേ, ഞങ്ങൾ പൂർണ്ണമായി അങ്ങയിൽ വിശ്വസിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കരുണാമയനായ ദൈവമേ, അങ്ങയുടെ നീതിയിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനും അങ്ങനെ നീതിമാന്മാർക്കുള്ള പ്രതിഫലം ഞങ്ങൾക്ക് ലഭിക്കുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ സമർപ്പിക്കുന്നു. കർത്താവെ, യുദ്ധഭീഷണിയിൽ കഴിയുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അനാവശ്യമായി യുദ്ധം പുറപ്പെടുവിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും വ്യക്തികൾക്കും ഈ രാത്രിയിൽ നീ ദൈവീക അനുതാപം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരും ഇതുവരെ യുദ്ധത്താൽ ഒന്നും നേടിയിട്ടില്ല. എന്നാൽ സമാധാനത്തിലും സന്തോഷത്തിലും നീതിയിലും ഉറച്ചു നിൽക്കുന്നവൻ എല്ലാം നേടുന്നു. ദൈവമേ, അധികാരം അങ്ങയിൽ നിന്നാണ് വരുന്നത്, ശക്തി അങ്ങയിൽ നിന്നാണ് വരുന്നത്, നീതിയും ന്യായവും അങ്ങയിൽ നിന്നാണ് വരുന്നത്. മനുഷ്യരായ ഞങ്ങളുടെ പാപങ്ങൾ, ബലഹീനതകൾ ക്ഷമിച്ച് ഈ രാത്രിയിൽ ഞങ്ങളോട് നീ കരുണ കാണിക്കണമേ. എല്ലാം ശാന്തമായി കൈകാര്യം ചെയ്യാൻ, ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യാൻ, സമാധാനത്തോടെ ജീവിക്കുവാൻ, മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കാൻ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, നിൻ്റെ മക്കളായ ഞങ്ങൾ
എങ്ങനെ നിനക്കെതിരെ പ്രവർത്തിക്കാൻ സാധിക്കും? നിന്റെ മക്കളായ ഞങ്ങൾ എങ്ങനെ മറ്റൊരുവനെ നശിപ്പിക്കാൻ സാധിക്കും? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക എന്ന് അരുളി ചെയ്ത കർത്താവേ, നീ ഞങ്ങളെ സ്നേഹിക്കുന്നത് പോലെ ഞങ്ങളും പരസ്പരം സ്നേഹിക്കുമ്പോഴാണ് ഞങ്ങൾ നിന്റെ മക്കളാകുന്നത്. അല്ല എങ്കിൽ ഞങ്ങൾ നിന്റെ മക്കളാകുന്നത് എങ്ങനെ? അതിനാൽ നിന്റെ മക്കൾ എന്ന് അവകാശപ്പെട്ട് സാത്താൻ്റെ പ്രവർത്തനങ്ങളെ മാത്രം ചെയ്യുന്ന വ്യക്തികൾക്ക് ഇന്നീ രാത്രിയിൽ നീ ദൈവിക അനുതാപം നൽകി യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന പുത്രനാണെന്ന് മനസ്സിലാക്കാനുള്ള കൃപ കൊടുത്ത് കർത്താവെ അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ ദുഃഖിച്ച് ഒറ്റപ്പെട്ട് വേദനയിൽ നിസ്സഹായ അവസ്ഥയിൽ ബലഹീന അവസ്ഥയിൽ കഴിയുന്ന ഓരോരുത്തർക്കും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഭയത്തിലും നിരാശയിലും കുറ്റബോധത്തിലും കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ രാത്രിയിൽ നിൻ്റെ നീതിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അനുഗ്രഹിക്കണമേ. ദൈവമേ, നിന്നെ ആശ്രയിക്കുന്നവർക്ക് യുദ്ധത്തിലും ദുരന്തത്തിലും ക്ഷാമത്തിലും ഒന്നും ഭയപ്പെടാനില്ല എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നുവല്ലോ. എന്തെന്നാൽ അങ്ങ് ഞങ്ങളുടെ കർത്താവും ദൈവവുമാണ്. അതിനാൽ ഞങ്ങളുടെ കർത്തൃത്വം അങ്ങയിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ സുരക്ഷിതരാണ്, ഞങ്ങൾ എല്ലാം കൊണ്ടും പരിപാലിക്കപ്പെടുന്നവരാണ് എന്ന വിശ്വാസം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയ ഓരോ നിമിഷത്തെയും ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. അറിഞ്ഞും അറിയാതെയും ദൈവമേ, നിൻ്റെ തിരുമുൻപിൽ ചെയ്തു പോയ ചിന്തയാലും വാക്കാലും പ്രവൃത്തിയാലും ചെയ്തു പോയ തെറ്റുകൾക്ക് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങൾക്ക് അനുതാപം നൽകി വീണ്ടും അങ്ങയുടെ സ്നേഹത്തിലേക്ക് ഞങ്ങളെ തിരികെ കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ എല്ലാ കുടുംബത്തെയും നീ അനുഗ്രഹിക്കണമേ. കുടുംബത്തിൽ നിന്ന് വിദൂരത്തായിരിക്കുന്ന വിദേശത്തായിരിക്കുന്ന എല്ലാവർക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് യുദ്ധത്തിൻ്റെ ഭീഷണിയിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ജീവിത മാർഗങ്ങളെ തടസ്സപ്പെടുത്തുന്ന യാതൊന്നും നീ അനുവദിക്കുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, എന്തെന്നാൽ ഞങ്ങൾ നിന്നിലാണ് പൂർണ്ണമായും ആശ്രയിക്കുന്നത്. ഞങ്ങൾ ദൈവ മക്കളാണ് എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു, വിശ്വസിക്കുന്നു. അതിനാൽ തന്നെ ദൈവമക്കൾക്കുള്ള സ്വാതന്ത്ര്യവും നന്മയും സമൃദ്ധിയും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ നിദ്ര നൽകി അനുഗ്രഹിക്കണമേ. കുറ്റബോധം കൂടാതെ, ഭയം കൂടാതെ, നിരാശ കൂടാതെ ഈ രാത്രിയിൽ ഉറങ്ങാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. ഹൃദയത്തിൽ ആന്തരിക സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണയുണ്ടാകണമേ. ഈ രാത്രിയിൽ നീ സൗഖ്യം കൊടുക്കണമേ. ദൈവമേ, പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ കാരുണ്യം അവരോട് കൂടെ ഉണ്ടാകണമേ. നിൻ്റെ സംരക്ഷണത്തിന് കീഴിൽ അവരായിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ ഭയം കൂടാതെ ഉറങ്ങാൻ, എല്ലാ ദുരന്തങ്ങളിൽ നിന്നും, പൈശാചിക പീഡനങ്ങളിൽ നിന്നും, ദുഷ്ടാത്മാക്കളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ എന്നേക്കുമായി മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്ത് നല്ല ഒരു ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഒപ്പം എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി ക്ഷമിക്കുവാനും ദൈവമക്കൾക്ക് ചേർന്ന വിധം എല്ലാവരെയും ദൈവത്തിൻ്റെ നാമത്തിൽ സ്നേഹിക്കുവാൻ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഈ രാത്രിയിൽ നിൻ്റെ മക്കളായ ഞങ്ങൾ യാതൊരു ഭയവും കൂടാതെ ഉറങ്ങാൻ, കുറ്റബോധം കൂടാതെ ഉറങ്ങാൻ അമ്മേ മാതാവേ ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ. ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി,
കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ ഭയം കൂടാതെ ഉറങ്ങാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ മടിയിൽ തലചായിച്ച് ശാന്തമായി സമാധാനത്തോടെ നമുക്ക് നല്ലൊരു ഉറക്കം നൽകി അവിടുന്ന് നമ്മെ കാത്ത് സംരക്ഷിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് കാത്ത് സംരക്ഷിക്കട്ടെ. നാളത്തെ ദിവസം നല്ലൊരു പ്രഭാതം കാണാൻ, നല്ലൊരു ദിവസം ആകാൻ നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് കൃപ തന്ന് അതിരാവിലെ നമ്മെ ഉണർത്തി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.